ഇന്ന് നമുക്ക് 2025 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ അടുത്ത പാർട്ട് നോക്കാം. 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ. 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ. അപ്പോൾ ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 30ാമത് UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് COP30 വേദിയായത് ബ്രസീലിലെ ബെലേം. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിയായ COP30 വേദിയായത് ബെലേം, ബ്രസീൽ. 2026 31ാമത് UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം തുർക്കി. COP30 വേദിയായത് ബ്രസീലിലെ ബെലേം. 2026 COP31 വേദിയാകുന്നത് തുർക്കി. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് മാർക്ക് കാർണി. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് മാർക്ക് കാർണി. 2025 ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ്. 2025 ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ്. അപ്പോൾ ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15, ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. ശതകോടീശ്വരൻ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മിത ബുദ്ധി കമ്പനിയായ XAI പുറത്തിറക്കിയ ചാറ്റ്ബോട്ടാണ് ഗ്രോക്ക് 3. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ AI കമ്പനിയാണ് XAI. ആ XAI പുറത്തിറക്കിയ ചാറ്റ്ബോട്ടാണ് ഗ്രോക്ക് 3. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ആൽഫ്രഡ്. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ആൽഫ്രഡ്. അപ്പോൾ ആൽഫ്രഡ് എന്ന് പറഞ്ഞാൽ ഒരു ചുഴലിക്കാറ്റാണ്. അത് വീശിയത് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. 2025 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. മാർച്ച് 3 ലോക വന്യജീവി ദിനം. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. 2025 മാർച്ചിൽ അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷ്. 2025 മാർച്ചിൽ അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷ്. 2025 ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട രാജ്യം ദക്ഷിണാഫ്രിക്ക. ശില്പി റാംവി സുദറാണ്. 2025 ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. ശില്പി റാംവി സുദർ. 2025 ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചാംഗി വിമാനത്താവളം, സിംഗപ്പൂർ. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാമ്പഴമാണ് മിയാസാക്കി മാംഗോസ്. എഗ് ഓഫ് ദ സൺ എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാമ്പഴമാണ് മിയാസാക്കി. എഗ് ഓഫ് ദ സൺ എന്നാണ് മിയാസാക്കി മാമ്പഴം അറിയപ്പെടുന്നത്. 2025 ഏപ്രിൽ 21 അന്തരിച്ച ആഗോള കത്തോലിക്കാ സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഹോപ്പ്. 2025 ഏപ്രിൽ 21 അന്തരിച്ച ആഗോള കത്തോലിക്കാ സഭയുടെ തലവനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഹോപ്പ്. ആഗോള കത്തോലിക്കാ സഭയുടെ 267ാമത് മാർപ്പാപ്പയായി 2025 തിരഞ്ഞെടുക്കപ്പെട്ടത് പോപ്പ് ലിയോ 14. യഥാർത്ഥ പേര് റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചതിൻ്റെ തുടർന്ന്
2025 267 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോപ്പ് ലിയോ 14. 267 മാർപ്പാപ്പയാണ് പോപ്പ് ലിയോ 14. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ്. ജർമ്മനിയുടെ പുതിയ ചാൻസലർ ഫ്രീഡ്രിഷ് മെർട്സ്. ജർമ്മനിയുടെ പുതിയ ചാൻസലറാണ് ഫ്രീഡ്രിഷ് മെർട്സ്. 2025 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ്. 2025 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ്. ഏപ്രിൽ 22 ലോക ഭൗമദിനം. 2025 അന്തരിച്ച വിഖ്യാത പെറൂവിയൻ എഴുത്തുകാരനും 2010 നോബൽ സമ്മാന ജേതാവുമായ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ് മാരിയോ വർഗാസ് യോസ. 2010 നൊബേൽ സമ്മാനം ലഭിച്ച സാഹിത്യകാരനാണ് മാരിയോ വർഗാസ് യോസ. അദ്ദേഹം 2025 അന്തരിച്ചു. 2025 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക്. 2025 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക്. ഏപ്രിൽ 23 ലോക പുസ്തക പകർപ്പവകാശ ദിനം. 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്ത നഗരം റിയോ ഡി ജനീറോ. 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്ത നഗരമാണ് റിയോ ഡി ജനീറോ. 2026 യുനെസ്കോ തെരഞ്ഞെടുത്തത് റബാത്ത്, മൊറോക്കോയിലെ റബാത്ത്. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്ത നഗരം റബാത്ത്. 2025 ലോക പുസ്തക തലസ്ഥാനമാണ് റിയോ ഡി ജനീറോ. തേയില കയറ്റുമതിയിൽ ഒന്നാമതുള്ള രാജ്യം ചൈന. തേയില കയറ്റുമതിയിൽ ഒന്നാമതുള്ള രാജ്യം ചൈന. ഇന്ത്യയുടെ സ്ഥാനം 3-ാമതാണ്. 2-ാമത് കെനിയ. തേയില കയറ്റുമതിയിൽ ഒന്നാമതുള്ള രാജ്യം ചൈന, സെക്കൻഡ് കെനിയ, തേർഡ് ഇന്ത്യയാണ്. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യം ഡ്രാഗൺ ഫ്ലൈ. അപ്പോൾ ഡ്രാഗൺ ഫ്ലൈ നാസയുടെ ദൗത്യമാണ്. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ. 2025 ഏപ്രിൽ 14 വിക്ഷേപിച്ച പൂർണ്ണമായും സ്ത്രീകൾ മാത്രം പങ്കാളികളായ ബ്ലൂ ഒറിജിൻ്റെ ദൗത്യം ബ്ലൂ ഒറിജിൻ NS-31, ന്യൂ ഷെപ്പേർഡ് റോക്കറ്റ് 31 എന്നും അറിയപ്പെടുന്നുണ്ട്. 2025 ഏപ്രിൽ 14 വിക്ഷേപിച്ച പൂർണ്ണമായും സ്ത്രീകൾ മാത്രം പങ്കാളികളായ ബ്ലൂ ഒറിജിൻ്റെ ദൗത്യമാണ് ബ്ലൂ ഒറിജിൻ NS-31 അല്ലെങ്കിൽ ന്യൂ ഷെപ്പേർഡ് റോക്കറ്റ് 31 എന്നും അറിയപ്പെടുന്നു. 2025 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. 2025 6-ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി ബാങ്കോക്ക്, തായ്ലൻഡ്. 2026 6-ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയാണ് നടന്നത്. അതിൻ്റെ വേദി ബാങ്കോക്ക്, തായ്ലൻഡ്. യൂറോപ്യൻ ട്രീ ഓഫ് ദ ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ട പോളണ്ടിലെ 300 വർഷം പഴക്കമുള്ള മരമാണ് ഹാർട്ട് ഓഫ് ദി ഡാൽക്കോവ്സ്കി ഹിൽസ് എന്ന ബീച്ച് മരം. യൂറോപ്യൻ ട്രീ ഓഫ് ദ ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ട പോളണ്ടിലെ 300 വർഷം പഴക്കമുള്ള മരത്തിൻ്റെ പേരാണ് ഹാർട്ട് ഓഫ് ദി ഡാൽക്കോവ്സ്കി ഹിൽസ് എന്ന ബീച്ച് മരം. ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചതിൻ്റെ റെക്കോർഡ് നേടിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് വലേറിയ പോളിയാക്കോവ്. 437 ദിവസമാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചത്. ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചതിൻ്റെ റെക്കോർഡ് നേടിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് വലേറിയ പോളിയാക്കോവ്. 437 ദിവസമാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചത്. ബഹിരാകാശത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത ക്രിസ്റ്റീന കോക്ക്, 328 ദിവസം. ബഹിരാകാശത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത
ക്രിസ്റ്റീന കോക്ക് 328 ദിവസം. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് താമസിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയ സഞ്ചാരി ഒലെഗ് കൊനോനെങ്കോ. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് താമസിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയ സഞ്ചാരി ഒലെഗ് കൊനോനെങ്കോ. ബഹിരാകാശത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത പെഗ്ഗി വിറ്റ്സൺ. ബഹിരാകാശത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത പെഗ്ഗി വിറ്റ്സൺ. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി. 274 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി 274 എണ്ണം. 2025 ഹുറൂൺ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് ഇലോൺ മസ്ക്. 2025 ഹുറൂൺ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് ഇലോൺ മസ്ക്. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ഇൽ ഫ്ലോഗിയോ. പൂർണ്ണമായും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ഇറ്റാലിയൻ ദിനപത്രമായ ഇൽ ഫ്ലോഗിയോ. ഇൽ ഫ്ലോഗിയോ ഇറ്റാലിയൻ ദിനപത്രമാണ്. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ദിനപത്രമാണ് ഇൽ ഫ്ലോഗിയോ.